ഇനി നമുക്ക് ഫോട്ടോഷോപ്പിൽ എഡിറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്ന ടൂളുകളെ പരിചയപ്പെടാം. ടൂളുകളെ പ്രധാനമായും 6ആയി തിരിച്ചിരിക്കുന്നു. അതായത് സെലക്ഷൻ ടൂൾസ്, ക്രോപ്പ് ആൻഡ് സ്ലൈസ് ടൂൾസ്, പെയിന്റിംഗ് ടൂൾസ്, റീടച്ചിങ് ടൂൾസ്, അതുപോലെ ഡ്രോയിങ് ആൻഡ് ടൈപ്പ് ടൂൾസ്, അനോട്ടേഷൻ, മെഷറിംഗ് ആൻഡ് നാവിഗേഷൻ ടൂൾസ്. ഇങ്ങനെ ഈ ടൂളുകളിൽ ഓരോന്നിലും മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ നമുക്ക് അവയെ സെലക്ട് ചെയ്യാവുന്നതാണ്. ടൂളുകളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ അവയുടെ കൂടെയുള്ള മറ്റു ടൂളുകളെ നമുക്ക് സെലക്ട് ചെയ്യാവുന്നതാണ്. നമുക്കാദ്യം സെലക്ഷൻ ടൂളുകളെ കുറിച്ച് പഠിക്കാം. ടൂൾ ബോക്സിൽ ആദ്യം കാണുന്ന ഈ ടൂളുകളാണ് സെലക്ഷൻ ടൂളുകൾ. ഇതിലാദ്യം നമുക്ക് മാർക്കറ്റ് ടൂളിനെ പരിചയപ്പെടാം. ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്ന ഈ ടൂളിനെയാണ് മാർക്കറ്റ് ടൂൾ എന്ന് പറയുന്നത്. മാർക്കറ്റ് ടൂളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ കൂടെയുള്ള മറ്റ് ടൂളുകളെ നമുക്ക് കാണാവുന്നതാണ്. ഇവിടെ നമുക്ക് റെക്ടാങ്കുലർ മാർക്കറ്റ് ടൂൾ, എലിപ്റ്റിക്കൽ മാർക്കറ്റ് ടൂൾ, സിംഗിൾ റോ മാർക്കറ്റ് ടൂൾ, സിംഗിൾ കോളം മാർക്കറ്റ് ടൂൾ എന്നിങ്ങനെ 4 മാർക്കറ്റ് ടൂളുകൾ കാണാം. ഇവയുടെ സെലക്ഷന്റെ ആകൃതി അനുസരിച്ചാണ് 4ആയി തിരിച്ചിരിക്കുന്നത്. നമുക്കിപ്പോൾ റെക്ടാങ്കുലർ മാർക്കറ്റ് ടൂൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡോക്യുമെന്റിൽ ഡ്രാഗ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഒരു റെക്ടാങ്കുലർ ഷേപ്പിലുള്ള ഒരു സെലക്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇതുപോലെ എലിപ്റ്റിക്കൽ മാർക്കറ്റ് ടൂൾ, സിംഗിൾ റോ മാർക്കറ്റ് ടൂൾ, സിംഗിൾ കോളം മാർക്കറ്റ് ടൂൾ, ഇങ്ങനെ നമുക്ക് പലതരം സെലക്ഷനുകൾ ഒരു ഡോക്യുമെന്റിൽ മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഉണ്ടാക്കാവുന്നതാണ്. മാർക്കറ്റ് ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ ഈ ഓപ്ഷൻസ് ബാറിൽ കാണുന്നത്. ഇവിടെ ആഡ് ടു സെലക്ഷൻ, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ കാണാം. നമുക്കിവ എങ്ങനെയാണ് ഉപയോഗിക്കുന്നതെന്ന് നോക്കാം. നമുക്കാദ്യം റെക്ടാങ്കുലർ മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഡോക്യുമെന്റ് ഒരു സെലക്ഷൻ വരയ്ക്കാം. അതിനുശേഷം നമുക്ക് ആഡ് ടു സെലക്ഷൻ എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഇനി വീണ്ടും ഒരു സെലക്ഷൻ ഡോക്യുമെന്റിൽ വരച്ചാൽ ആ സെലക്ഷൻ നേരത്തെ ഉണ്ടായിരുന്ന സെലക്ഷനുമായി ആഡ് ചെയ്യുന്നത് കാണാം. ഇങ്ങനെ സെലക്ഷനുകൾ ആഡ് ചെയ്യുന്നതിനാണ് ഈ ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. അതുപോലെ സബ്ട്രാക്ട് ഫ്രം എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ ഈ സെലക്ഷനിൽ നിന്ന് നമുക്ക് കുറച്ച് ഭാഗം സബ്ട്രാക്ട് ചെയ്യാൻ സാധിക്കും. അതുപോലെ ഇന്റർസെക്ട് വിത്ത് എന്ന ഈ സെലക്ഷൻ ഉപയോഗിച്ച് 2 സെലക്ഷനുകൾക്ക് ഇടയിലുള്ള ഭാഗം നമുക്ക് സെലക്ട് ചെയ്യാൻ സാധിക്കും. ശ്രദ്ധിക്കുക, ഇവിടെ സ്റ്റൈൽ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് നോർമൽ, ഫിക്സഡ് ആസ്പെക്ട് റേഷ്യോ, ഫിക്സഡ് സൈസ് എന്നിങ്ങനെ 3 ഓപ്ഷനുകൾ കാണാം. നാം ഇത്രയും നേരം ഡോക്യുമെന്റിൽ വരച്ചത് നോർമൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തിട്ടാണ്. ഇനി നമുക്ക് ഫിക്സഡ് ആസ്പെക്ട് റേഷ്യോ സെലക്ട് ചെയ്ത് നോക്കാം. ഈ സ്റ്റൈൽ ഉപയോഗിച്ച് നമുക്ക് സെലക്ഷന്റെ സൈസ് ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ വിഡ്ത്ത് ഹൈറ്റും 1 ആണ്. നമുക്കിവിടെ വിഡ്ത്ത് 5ഉം ഹൈറ്റ് 4ഉം കൊടുക്കാം. ഇനി ഡോക്യുമെന്റിൽ ഒരു സെലക്ഷൻ വരച്ചാൽ നാം ടൈപ്പ് ചെയ്ത് കൊടുത്ത അതേ റേഷ്യോയിലായിരിക്കും. അതുപോലെ ഫിക്സഡ് സൈസ് എന്ന ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്കിവിടെ സെലക്ഷന്റെ സൈസ് കൃത്യമായി ടൈപ്പ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ഇവിടെ സൈസ് ക്രമീകരിച്ചാൽ മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്താൽ മതി. ശ്രദ്ധിക്കുക, ഇപ്പോൾ ക്ലിക്ക് ചെയ്തപ്പോൾ ഇവിടെ ഒരു സെലക്ഷൻ വന്നിരിക്കുന്നത് നിങ്ങൾ കണ്ടുവല്ലോ. ഓപ്ഷൻസ് ബാറിൽ ഇവിടെ കാണുന്ന ഫെദർ എന്ന ഈ ഓപ്ഷൻ പഠിക്കുന്നതിന് മുമ്പായി നമുക്ക് മൂവ് ടൂളിനെ പരിചയപ്പെടാം. നാം സെലക്ട് ചെയ്ത ഒരു ഭാഗത്തെ മൂവ് ചെയ്യുന്നതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഇതിനായി നമുക്ക് ഡോക്യുമെന്റിൽ ഒരു ഭാഗം മാർക്കറ്റ് ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് മൂവ് ടൂൾ സെലക്ട് ചെയ്യാം. മൂവ് ടൂൾ ഉപയോഗിച്ച് ഈ സെലക്ഷനുള്ളിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് നാം സെലക്ട് ചെയ്ത ഭാഗത്തെ ഇതുപോലെ മൂവ് ചെയ്യിക്കാവുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, നാം ഇപ്പോൾ കട്ട് ചെയ്തെടുത്ത ഈ ഭാഗം വളരെ ഷാർപ്പായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. സ്മൂത്തായി കട്ട് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. സ്മൂത്തായി കട്ട് ചെയ്യുന്നതിനാണ് സെലക്ഷൻ ടൂളിലെ ഓപ്ഷൻസ് ബാറിലുള്ള ഫെദർ എന്ന ഓപ്ഷൻ ഉപയോഗിക്കുന്നത്. ഇവിടെ ഇപ്പോൾ ഫെദർ വാല്യൂ 0 ആണ്. നമുക്കിവിടെ ഫെദർ വാല്യൂ
12 എന്ന് കൊടുക്കാം. അതിനുശേഷം ഡോക്യുമെന്റിൽ നമുക്കൊരു സെലക്ഷൻ വരയ്ക്കാം. ഇപ്പോൾ ശ്രദ്ധിക്കുക, സെലക്ഷന്റെ എഡ്ജുകൾക്ക് വ്യത്യാസം വന്നതായി നിങ്ങൾക്ക് ഇപ്പോൾ കാണാം. ഇനി മൂവ് ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഈ സെലക്ഷനുള്ളിലുള്ള ഭാഗം മൂവ് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നിങ്ങൾക്ക് ഫെദർ എന്താണെന്ന് മനസ്സിലാക്കി കാണുമല്ലോ. ഇപ്പോൾ നിങ്ങൾ കണ്ടത് സെലക്ട് ചെയ്യുന്നതിന് മുമ്പ് ഫെദർ വാല്യൂ കൊടുത്തതാണ്. സെലക്ട് ചെയ്തതിനു ശേഷം ഫെദർ വാല്യൂ കൊടുക്കുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി ഡോക്യുമെന്റിന്റെ ഒരു ഭാഗം സെലക്ട് ചെയ്യുക. അതിനുശേഷം സെലക്ട് മെനുവിൽ ഫെദർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ ആൾട്ട് കൺട്രോൾ ഡി എന്ന് ക്ലിക്ക് ചെയ്യുകയോ ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ ഫെദർ സെലക്ഷൻ എന്ന ഒരു ബോക്സ് വന്നിട്ടുണ്ട്. ഇവിടെ നമുക്ക് ഫെദർ വാല്യൂ ആവശ്യാനുസരണം ടൈപ്പ് ചെയ്ത് തുടങ്ങാവുന്നതാണ്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി മൂവ് ടൂൾ ഉപയോഗിച്ച് മൂവ് ചെയ്താൽ ആ ഫെദർ വാല്യൂ അവിടെ അപ്ലൈ ആയിരിക്കുന്നത് കാണാം. ഇതുകൂടാതെ ഫെദർ അപ്ലൈ ചെയ്യുന്നതിനുള്ള മറ്റൊരു എളുപ്പവഴിയാണ് സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ഷനുള്ളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇവിടെ നമുക്ക് ഫെദർ എന്ന ഓപ്ഷൻ കാണാവുന്നതാണ്. ഇതിൽ ക്ലിക്ക് ചെയ്തും നമുക്ക് ഫെദർ വാല്യൂ സെലക്ഷന് കൊടുക്കാവുന്നതാണ്. നാം സെലക്ട് ചെയ്ത ഭാഗത്തെ സെലക്ഷൻ കളയുന്നതിനായി സെലക്ട് മെനുവിൽ ഡീസെലക്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ ഡി എന്ന് പ്രസ് ചെയ്യുകയോ ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ഇപ്പോൾ ആ സെലക്ഷൻ ഡീസെലക്ട് ആയത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. സെലക്ഷനുള്ളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തും നമുക്ക് ഡീസെലക്ട് എന്ന ഓപ്ഷൻ എടുക്കാവുന്നതാണ്. അതുപോലെ സെലക്ട് മെനുവിലുള്ള ഇൻവേഴ്സ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് സെലക്ഷനെ ഇൻവേഴ്സ് ചെയ്യാവുന്നതാണ്. ഇതിനായി ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് കൺട്രോൾ ആയി എന്ന് പ്രസ് ചെയ്യുകയോ ചെയ്യാം. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ സെലക്ഷൻ ഇൻവേഴ്സ് ആയിരിക്കുന്നത് കാണാം. ഇപ്പോൾ ഈ സെലക്ഷനെ അഫക്ട് ചെയ്തിരിക്കുന്നത് ഈ ഭാഗത്തെയാണ്. വീണ്ടും ഒരിക്കൽ കൂടി ഇൻവേഴ്സ് സെലക്ഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ സെലക്ഷൻ പഴയതുപോലെ തന്നെയാവും. ഇതേ ഓപ്ഷൻ തന്നെ നമുക്ക് സെലക്ഷനുള്ളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തും എടുക്കാവുന്നതാണ്. ഇവിടെയുള്ള സെലക്ട് ഇൻവേഴ്സ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ മതി. ഡോക്യുമെന്റിൽ ഏതെങ്കിലും ഒരു ഭാഗം സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിനു ശേഷം കീബോർഡിൽ ഡിലീറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ ആ ഭാഗം ഡിലീറ്റ് ആവുന്നതാണ്. ഇനി നമുക്ക് ഡോക്യുമെന്റിന്റെ ഒരു ഭാഗം കട്ട് ചെയ്ത് മറ്റൊരു ഡോക്യുമെന്റിലേക്ക് കൊണ്ടുപോകുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. അതിനായി നമുക്കിപ്പോൾ ഇവിടെയുള്ള ഈ ഇമേജ് സെലക്ട് ചെയ്യാം. ഇതിൽ നിന്ന് നമുക്ക് കുറച്ച് ഭാഗം മാർക്കി ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യാം. നമുക്കിപ്പോൾ എലിപ്റ്റിക്കൽ മാർക്കി ടൂൾ സെലക്ട് ചെയ്യാം. ഇപ്പോൾ ഇമേജിന്റെ ഈ ഭാഗം നാം സെലക്ട് ചെയ്ത് കഴിഞ്ഞു. ശ്രദ്ധിക്കുക, ഒരു ഡോക്യുമെന്റിൽ നിന്നും മറ്റൊരു ഡോക്യുമെന്റിലേക്ക് ഇമേജിനെ കട്ട് ചെയ്ത് കൊണ്ടുപോകുമ്പോൾ ആവശ്യമായ ഫെദർ കൊടുക്കേണ്ടതാണ്. നമുക്കിപ്പോൾ ഇവിടെ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ആവശ്യമായ ഫെദർ കൊടുക്കാം. നമുക്കിവിടെ ഫെദർ വാല്യൂ 2 എന്ന് കൊടുക്കാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഈ ഭാഗം കട്ട് ചെയ്യുന്നതിനായി എഡിറ്റ് മെനുവിൽ കട്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ എക്സ് എന്ന് പ്രസ് ചെയ്താലും മതി. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഭാഗം കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നാം കട്ട് ചെയ്ത ഈ ഭാഗം മറ്റൊരു ഡോക്യുമെന്റിൽ പേസ്റ്റ് ചെയ്യുക. അതിനായി നമുക്ക് ഒരു പുതിയ ഡോക്യുമെന്റ് ക്രിയേറ്റ് ചെയ്യാം. ഫയൽ മെനുവിൽ നിന്നും ന്യൂ ഡോക്യുമെന്റ് സെലക്ട് ചെയ്യുക. ഇപ്പോൾ വന്നിരിക്കുന്ന ഈ ഡോക്യുമെന്റിലേക്ക് നമുക്ക് നാം കട്ട് ചെയ്ത ഇമേജിനെ പേസ്റ്റ് ചെയ്യാം. അതിനായി എഡിറ്റ് മെനുവിൽ പേസ്റ്റ് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ കൺട്രോൾ വി എന്ന് പ്രസ് ചെയ്യുകയോ ചെയ്യാം. നമുക്കിപ്പോൾ ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഇമേജിന്റെ ഭാഗം ഈ ഡോക്യുമെന്റിൽ വന്നിരിക്കുന്നതായി കാണാം. ഇങ്ങനെ നമുക്ക് സെലക്ട് ചെയ്ത ഭാഗത്തിന്റെ എത്ര കോപ്പി വേണമെങ്കിലും പേസ്റ്റ് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഭാഗത്തെ ഡോക്യുമെന്റ് നാം കട്ട് ചെയ്യുകയാണ് ചെയ്തത്. ഇതിനു പകരം നമുക്കിനി കോപ്പി എന്ന ഓപ്ഷൻ
കൊടുത്തു നോക്കാം. കോപ്പി എന്ന ഓപ്ഷൻ പരിചയപ്പെടുത്തുന്നതിനായി നമുക്ക് വീണ്ടും ഈ ഡോക്യുമെന്റിൽ സെലക്ട് ചെയ്യാം. അതിനുശേഷം ആവശ്യമായ ഫെദർ കൊടുക്കാം. ഇനി എഡിറ്റ് മെനുവിൽ കോപ്പി എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ Ctrl+C എന്ന് പ്രസ് ചെയ്യുകയോ ചെയ്യാം. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, കോപ്പി എന്ന ഓപ്ഷൻ കൊടുത്തപ്പോൾ നാം സെലക്ട് ചെയ്ത ഭാഗത്തിന്റെ ഒരു കോപ്പിയാണ് നമുക്ക് ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് ഈ ഇമേജിൽ നിന്നും നാം സെലക്ട് ചെയ്ത ഭാഗം നഷ്ടപ്പെട്ടിട്ടില്ല. അതിനുശേഷം നമുക്ക് ഈ ഡോക്യുമെന്റിലേക്ക് നേരത്തെ ചെയ്തതുപോലെ തന്നെ പേസ്റ്റ് ചെയ്യാം. ഇതുകൂടാതെ സെലക്ട് ചെയ്തതിന് ശേഷം മൂവ് ടൂൾ ഉപയോഗിച്ച് നാം സെലക്ട് ചെയ്ത ഭാഗത്തെ ഡ്രാഗ് ചെയ്ത് നമുക്ക് മറ്റൊരു ഡോക്യുമെന്റിലേക്ക് പേസ്റ്റ് ചെയ്യാവുന്നതാണ്. നമുക്ക് മൂവ് ടൂൾ ഉപയോഗിച്ചൊന്ന് ഡ്രാഗ് ചെയ്ത് നോക്കാം. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് ഡ്രാഗ് ചെയ്യുക. നമുക്ക് ഈ ഡോക്യുമെന്റിലേക്ക് പേസ്റ്റ് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇവിടെ ഇപ്പോൾ നിങ്ങൾക്ക് നാം സെലക്ട് ചെയ്ത ഭാഗം കാണാവുന്നതാണ്. ഇപ്പോൾ നാം പേസ്റ്റ് ചെയ്ത ഡോക്യുമെന്റ് ആയിരിക്കും ആക്റ്റീവ് ആയിരിക്കുന്നത്. ഇപ്പോൾ മാർക്കി ടൂൾ ഉപയോഗിച്ചപ്പോൾ നിങ്ങൾക്കൊരു കാര്യം മനസ്സിലായി കാണും. മാർക്കി ടൂൾ ഉപയോഗിച്ച് നമുക്ക് ചില പ്രത്യേക ഷേപ്പുകളിൽ മാത്രമേ സെലക്ഷൻ വരയ്ക്കുവാൻ സാധിക്കുകയുള്ളൂ. എന്നാൽ നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ സെലക്ട് ചെയ്യുന്നതിനുള്ള ടൂളാണ് ലാസോ ടൂൾ. ഈ കാണുന്നതാണ് ലാസോ ടൂൾ. ലാസോ ടൂളിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താൽ ഇതിന്റെ കൂടെയുള്ള മറ്റു ടൂളുകളെ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇവിടെ ലാസോ ടൂൾ, പോളിഗണൽ ലാസോ ടൂൾ, മാഗ്നറ്റിക് ലാസോ ടൂൾ എന്നിങ്ങനെ 3 ലാസോ ടൂളുകളുണ്ട്. സെലക്ട് ചെയ്യുന്ന രീതി അനുസരിച്ചാണ് ഇവയെ 3ആയി തരംതിരിച്ചിരിക്കുന്നത്. നമുക്കാദ്യം ലാസോ ടൂൾ പരിചയപ്പെടാം. ലാസോ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇമേജിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്ത് ഇങ്ങനെ ഡ്രാഗ് ചെയ്ത് നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ സെലക്ട് ചെയ്യാവുന്നതാണ്. ലാസോ ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ ഈ കാണുന്നത്. മാർക്കി ടൂളിൻ്റെതുപോലെ തന്നെ ആഡ് ടു സെലക്ഷൻ, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ തുടങ്ങിയ എല്ലാ ഓപ്ഷനുകളും ലാസോ ടൂളിനുമുണ്ട്. അതുപോലെ തന്നെ ഫെദർ വാല്യൂ നമുക്ക് ഇവിടെ പറഞ്ഞു കൊടുക്കാവുന്നതാണ്. അല്ലെങ്കിൽ സെലക്ട് മെനുവിൽ നിന്നോ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ഫെദർ സെലക്ട് ചെയ്യാവുന്നതാണ്. ലാസോ ടൂളിന്റെ കൂടെയുള്ള അടുത്ത ലാസോ ടൂളാണ് പോളിഗണൽ ലാസോ ടൂൾ. നമുക്ക് പോളിഗണൽ ലാസോ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്ത് നോക്കാം. ഈ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഡോക്യുമെന്റിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇങ്ങനെ ഓരോ ഭാഗത്തും മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്താണ് ഈ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്യുന്നത്. ഇങ്ങനെ സെലക്ട് ചെയ്യുമ്പോൾ നാം തുടങ്ങിയെടുത്ത് തന്നെ വീണ്ടും ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഡബിൾ ക്ലിക്ക് ചെയ്യുകയോ ചെയ്താൽ ഈ സെലക്ഷൻ പൂർത്തിയാവുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ ക്ലിക്ക് ചെയ്യാം. ഇപ്പോൾ ഇവിടെ ഒരു ഐക്കൺ മാറുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇനി നമുക്ക് മാഗ്നറ്റിക് ലാസോ ടൂളിനെ പരിചയപ്പെടാം. ഈ ടൂൾ ഉപയോഗിച്ച് നമുക്ക് ഇമേജിൽ സെലക്ട് ചെയ്ത് നോക്കാം. മാഗ്നറ്റിക് ലാസോ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഇമേജിൽ ക്ലിക്ക് ചെയ്യുക. ഇവിടെ ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഒരു മാഗ്നറ്റ് എന്നതുപോലെ ഈ ടൂൾ ഡോക്യുമെന്റിന്റെ ഒരു കളർ ഏരിയ സെലക്ട് ചെയ്യുന്നത് നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഇമേജിന്റെ ഒരു നിശ്ചിത കളർ ഏരിയ മാത്രം സെലക്ട് ചെയ്യുന്നതിനാണ് ഈ ടൂൾ ഉപയോഗിക്കുന്നത്. ഇവിടെ ഓപ്ഷൻസ് ബാറിൽ കാണുന്ന വിഡ്ത്ത്, എഡ്ജ് കോൺട്രാസ്റ്റ് എന്നിവ കൂട്ടുന്നതനുസരിച്ച് നമുക്ക് കൃത്യമായി കട്ട് ചെയ്യാൻ സാധിക്കും. ഇങ്ങനെ ഈ ടൂളുകളെല്ലാം ഉപയോഗിച്ച് നമുക്കൊരു ഇമേജിനെ വളരെ കൃത്യമായി കട്ട് ചെയ്യാൻ സാധിക്കും. നമുക്ക് ഈ ഇമേജിനെ ഒന്ന് കട്ട് ചെയ്ത് നോക്കാം. അതിനായി പോളിഗണൽ ലാസോ ടൂൾ സെലക്ട് ചെയ്യാം. ഈ ടൂൾ ഉപയോഗിച്ച് ഈ ഇമേജിന്റെ കുറച്ച് ഭാഗം നമുക്ക് കട്ട് ചെയ്യാം.
ഇപ്പോൾ നാം ഈ ഇമേജിനെ ലാസോ ടൂൾ ഉപയോഗിച്ച് കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കട്ട് ചെയ്ത ഈ ഭാഗത്തെ മൂവ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്ത് മറ്റൊരു ഡോക്യുമെന്റിലേക്ക് കൊണ്ടുപോകാവുന്നതാണ്. നമുക്ക് ഈ ഡോക്യുമെന്റിലേക്ക് നാം സെലക്ട് ചെയ്ത ഭാഗത്തെ മൂവ് ടൂൾ ഉപയോഗിച്ച് ഡ്രാഗ് ചെയ്യാം. ശ്രദ്ധിക്കുക, സെലക്ട് ചെയ്ത ഭാഗത്തെ മറ്റൊരു ഡോക്യുമെന്റിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പായി ആവശ്യമായ ഫെദർ കൊടുക്കേണ്ടതാണ്. നമുക്ക് ഈ ഡോക്യുമെന്റിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് സെലക്ഷന് ആവശ്യമായ ഫെദർ കൊടുക്കാം. നമുക്കിവിടെ ഫെദർ വാല്യൂ 2 കൊടുക്കാം. ഇനി നമുക്ക് സെലക്ട് ചെയ്ത ഭാഗത്തെ മൂവ് ടൂൾ ഉപയോഗിച്ച് ഫോട്ടോഷോപ്പ് വർക്ക് സ്പേസ് തന്നെയുള്ള മറ്റൊരു ഡോക്യുമെന്റിലേക്ക് ഡ്രാഗ് ചെയ്തിടാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഡ്രാഗ് ചെയ്തിട്ട ഈ ഇമേജ് ഈ ഡോക്യുമെന്റിനെ അപേക്ഷിച്ച് ചെറുതാണ്. ഈ ഇമേജിനെ ആവശ്യാനുസരണം വലുതാക്കുന്നതിനെ നമുക്ക് എഡിറ്റ് മെനുവിലെ ഫ്രീ ട്രാൻസ്ഫോം എന്ന ഓപ്ഷൻ ഉപയോഗിക്കാം. ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യുന്നതിനായി കീബോർഡിൽ Ctrl+T എന്ന് പ്രസ് ചെയ്താൽ മതി. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ ഒരു ട്രാൻസ്ഫോം ബോക്സ് വന്നിരിക്കുന്നതായി കാണാം. ഈ ബോക്സിലുള്ള എല്ലാ ഭാഗത്തേക്കുമുള്ള ഈ നോഡുകൾ ഉപയോഗിച്ച് നമുക്ക് ഈ ഇമേജിനെ ആവശ്യാനുസരണം ക്രമീകരിക്കാവുന്നതാണ്. മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ഈ നോഡിൽ പിടിച്ച് ഡ്രാഗ് ചെയ്യുമ്പോഴുള്ള വ്യത്യാസം നിങ്ങൾക്കിപ്പോൾ കാണാവുന്നതാണ്. ഓരോ നോഡുകളിലും പിടിച്ച് ഡ്രാഗ് ചെയ്യുമ്പോൾ ആ ഡയറക്ഷനിലേക്കായിരിക്കും ഇമേജ് സ്കെയിൽ ചെയ്യുന്നത്. എല്ലാ ഭാഗത്തേക്കും ഒരുപോലെ സ്കെയിൽ ചെയ്യുന്നതിനായി കീബോർഡിൽ Alt Shift എന്നിവ പ്രസ് ചെയ്തതിനു ശേഷം കോണുകളിലുള്ള ഈ നോഡുകളിൽ ഏതെങ്കിലും പിടിച്ച് ഡ്രാഗ് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇമേജ് എല്ലാ ഭാഗത്തേക്കും ഒരുപോലെയാണ് സ്കെയിൽ ചെയ്യുന്നത്. ഇമേജിനെ ട്രാൻസ്ഫോം ചെയ്യിക്കുന്നതിനുള്ള മറ്റ് ഓപ്ഷനുകളാണ് എഡിറ്റ് മെനുവിലെ ട്രാൻസ്ഫോം എന്ന ഈ ഓപ്ഷനിലുള്ളത്. ഇവിടെ നമുക്ക് പലതരം ഓപ്ഷനുകൾ സെലക്ട് ചെയ്യാവുന്നതാണ്. ഇതേ ഓപ്ഷനുകൾ തന്നെ നമുക്ക് ഡോക്യുമെന്റിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്തും ലഭിക്കുന്നതാണ്. നമുക്കിപ്പോൾ ഇവിടെ നിന്നും സ്കെയിൽ എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെന്റിനെ ആവശ്യാനുസരണം സ്കെയിൽ ചെയ്യാവുന്നതാണ്. അതുപോലെ റൊട്ടേറ്റ് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഈ ഇമേജിനെ ആവശ്യാനുസരണം റൊട്ടേറ്റ് ചെയ്യാനും സാധിക്കും. ഇനി സ്ക്യൂ എന്ന ഈ ഓപ്ഷൻ എന്താണെന്ന് നോക്കാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് ഡോക്യുമെന്റിനെ നമുക്ക് ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്യിക്കാവുന്നതാണ്. അതുപോലെ ഡിസ്റ്റോർട്ട് എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഡോക്യുമെന്റിനെ ഇങ്ങനെ ഡിസ്റ്റോർട്ട് ചെയ്യാവുന്നതാണ്. നമുക്കിനി പെർസ്പെക്റ്റീവ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ഈ ഓപ്ഷൻ ഉപയോഗിച്ച് നോഡുകളിൽ പിടിച്ച് നമുക്ക് ഡോക്യുമെന്റിനെ ഇതുപോലെ ട്രാൻസ്ഫോം ചെയ്യിക്കാവുന്നതാണ്. ഇവിടെ കാണുന്ന മറ്റൊരു ഓപ്ഷനാണ് വാർപ്പ് എന്നത്. നമുക്ക് ഈ ഓപ്ഷൻ സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, വാർപ്പ് എന്ന ഓപ്ഷൻ സെലക്ട് ചെയ്തപ്പോൾ വന്ന മാറ്റം നിങ്ങൾ കണ്ടുവല്ലോ. ഇവിടെ കാണുന്ന ഓരോ ബോക്സുകളും ഉപയോഗിച്ച് നമുക്ക് ഡോക്യുമെന്റിനെ ആവശ്യാനുസരണം ട്രാൻസ്ഫോം ചെയ്യാവുന്നതാണ്. വാർപ്പ് എന്ന ഈ ഓപ്ഷൻ നമുക്ക് ഓപ്ഷൻസ് ബാറിൽ ഇവിടെ കാണുന്ന ഈ ബട്ടണിൽ ക്ലിക്ക് ചെയ്തും സെലക്ട് ചെയ്യാവുന്നതാണ്. ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനുള്ള ഓപ്ഷനുകളാണ് ഇവിടെ കാണുന്നത്. അതായത് റൊട്ടേറ്റ് 180 ഡിഗ്രി, റൊട്ടേറ്റ് 90 ഡിഗ്രി തുടങ്ങിയവ. നമുക്ക് റൊട്ടേറ്റ് 90 ഡിഗ്രി ക്ലോക്ക് വൈസ് എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഡോക്യുമെന്റ് 90 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തായി കാണാം. ഡോക്യുമെന്റിനെ നേരെ എതിർദിശയിലേക്ക് തിരിക്കുന്നതിനുള്ള ഓപ്ഷനുകളാണ് ഇവിടെ കാണുന്നത്. നമുക്ക് ഹൊറിസോണ്ടലായും വെർട്ടിക്കലായും ഡോക്യുമെന്റിനെ തിരിക്കാവുന്നതാണ്. നമുക്കിപ്പോൾ ഫ്ലിപ്പ് ഹൊറിസോണ്ടൽ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ശ്രദ്ധിക്കുക, ഡോക്യുമെന്റ് ഇപ്പോൾ നേരെ എതിർദിശയിലേക്ക് തിരിഞ്ഞിരിക്കുന്നതായി കാണാം. വീണ്ടും ഒരിക്കൽ കൂടി ഇതേ ഓപ്ഷൻ തന്നെ അപ്ലൈ ചെയ്താൽ ഇമേജ് പഴയ രീതിയിൽ തന്നെ കാണാവുന്നതാണ്. ആവശ്യമായ രീതിയിൽ ട്രാൻസ്ഫോം ചെയ്തതിനു ശേഷം കീബോർഡിൽ
എൻ്റർ കീ പ്രസ് ചെയ്യേണ്ടതാണ്. ഇപ്പോൾ നാം ഒരു ഇമേജിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനെ കുറിച്ച് പഠിച്ചു. അതുപോലെ ഒരു ഡോക്യുമെന്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം. ഡോക്യുമെന്റിനെ റൊട്ടേറ്റ് ചെയ്യുന്നതിനായി ഇമേജ് മെനുവിൽ റൊട്ടേറ്റ് ക്യാൻവാസ് എന്ന ഈ ഓപ്ഷൻ സെലക്ട് ചെയ്താൽ നമുക്ക് 180 ഡിഗ്രി, 90 ഡിഗ്രി, ഫ്ലിപ്പ് ക്യാൻവാസ് ഹൊറിസോണ്ടൽ, ഫ്ലിപ്പ് ക്യാൻവാസ് വെർട്ടിക്കൽ തുടങ്ങി വിവിധ ഓപ്ഷനുകൾ കാണാവുന്നതാണ്. നമുക്കിവിടെ നിന്നും 180 ഡിഗ്രി സെലക്ട് ചെയ്യാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ ക്യാൻവാസ് 180 ഡിഗ്രി റൊട്ടേറ്റ് ചെയ്തിരിക്കുന്നതായി കാണാം. വീണ്ടും ഇതേ ഓപ്ഷൻ തന്നെ സെലക്ട് ചെയ്താൽ ക്യാൻവാസ് പഴയ അവസ്ഥയിലേക്ക് മാറുന്നതായി കാണാം. അതുപോലെ തന്നെ ഇവിടെയുള്ള മറ്റ് ഓപ്ഷനുകളും നമുക്ക് ഇതുപോലെ ഉപയോഗിക്കാവുന്നതാണ്. ശ്രദ്ധിക്കുക. ഇനി നമുക്ക് അടുത്ത സെലക്ഷൻ ടൂളായ മാജിക് വാൻ ടൂളിനെ പരിചയപ്പെടാം. മാജിക് വാൻ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം ഡോക്യുമെന്റിൽ മൗസിന്റെ ലെഫ്റ്റ് ബട്ടൺ ഉപയോഗിച്ച് ക്ലിക്ക് ചെയ്യുക. ഇങ്ങനെ ക്ലിക്ക് ചെയ്തപ്പോൾ ഒരു നിശ്ചിത കളർ ഏരിയയാണ് ഇപ്പോൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെ ഒരു നിശ്ചിത കളർ ഏരിയയെ സെലക്ട് ചെയ്യുന്നതിനാണ് മാജിക് വാൻ ടൂൾ ഉപയോഗിക്കുന്നത്. ശ്രദ്ധിക്കുക, മാജിക് വാൻ ടൂളിന്റെ ഓപ്ഷൻസ് ആണ് ഇവിടെ ഈ കാണുന്നത്. ഇവിടെ ആഡ് ടു സെലക്ഷൻ, സബ്ട്രാക്ട് ഫ്രം സെലക്ഷൻ, ഇന്റർസെക്ട് വിത്ത് സെലക്ഷൻ എന്നീ ഓപ്ഷനുകൾ കാണാം. ഇതേ ഓപ്ഷൻ തന്നെ മാജിക് വാൻ ടൂൾ സെലക്ട് ചെയ്തതിനു ശേഷം മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക, ഇവിടെ ടോളറൻസ് എന്ന ഈ ഓപ്ഷനിലുള്ള വാല്യൂ കൂട്ടുന്നതനുസരിച്ച് സെലക്ഷൻ ഏരിയ കൂടുന്നതായിരിക്കും. നമുക്കിപ്പോൾ ഈ സെലക്ഷൻ ഡീസെലക്ട് ചെയ്യാം. അതിനുശേഷം ടോളറൻസ് വാല്യൂ 5 എന്ന് കൊടുക്കാം. ഇനി ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇനി വീണ്ടും ടോളറൻസ് വാല്യൂ 50 എന്ന് ടൈപ്പ് ചെയ്യാം. ഇനി ഡോക്യുമെന്റിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ശ്രദ്ധിക്കുക, ഇപ്പോൾ സെലക്ഷൻ ഏരിയ കൂടിയതായി കാണാം. മാജിക് വാൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ട് മെനുവിൽ ഗ്രോ എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഇവിടെ സെലക്ഷൻ ഏരിയ കൂടുന്നതായി കാണാം. ഇതേ ഓപ്ഷൻ തന്നെ നമുക്ക് മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ലഭിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക. അതുപോലെ മാജിക് വാൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിനു ശേഷം സെലക്ട് മെനുവിൽ സിമിലർ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്താൽ ഒരേ കളർ റേഞ്ചിലുള്ള മറ്റു ഭാഗങ്ങളും സെലക്ഷൻ ആയിരിക്കുന്നത് കാണാവുന്നതാണ്. ഇങ്ങനെ സിമിലർ എന്ന ഓപ്ഷൻ ഉപയോഗിച്ച് ഒരേ കളർ റേഞ്ചിലുള്ള ഇമേജിലെ വിവിധ ഭാഗങ്ങൾ ഒരുമിച്ച് സെലക്ട് ചെയ്യുവാൻ സാധിക്കും. ഡോക്യുമെന്റിൽ മൗസിന്റെ റൈറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്താലും ഈ ഓപ്ഷൻ നമുക്ക് ലഭിക്കുന്നതാണ്. ഇവിടെ ശ്രദ്ധിക്കുക. ഇത്രയുമാണ് സെലക്ഷൻ ടൂളുകൾ. ഇനി നമുക്ക് സെലക്ഷൻ ടൂളുകളുടെ ഉപയോഗം സുഗമമാക്കുന്നതിനുള്ള ചില ഓപ്ഷനുകൾ പരിചയപ്പെടാം. സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിനു ശേഷം ഡീസെലക്ട് എന്നത് നാം പഠിച്ചു. അതുപോലെ വീണ്ടും ആ സെലക്ഷൻ നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് മെനുവിലുള്ള റീസെലക്ട് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുകയോ അല്ലെങ്കിൽ കീബോർഡിൽ ഷിഫ്റ്റ് കൺട്രോൾ ഡി എന്ന് പ്രസ് ചെയ്താലും മതി. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്ത് നോക്കാം. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ഡീസെലക്ട് ചെയ്ത സെലക്ഷൻ വീണ്ടും വന്നിരിക്കുന്നതായി കാണാം. നമുക്ക് ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ ഉപയോഗിച്ച് സെലക്ട് ചെയ്തതിനു ശേഷം ഈ സെലക്ഷനെ സേവ് ചെയ്യുവാൻ സാധിക്കും. ഇതിനായി സെലക്ട് മെനുവിൽ സേവ് സെലക്ഷൻ എന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. നമുക്ക് ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യാം. ഇവിടെ നെയിം എന്ന് കൊടുത്തിരിക്കുന്ന ഈ ഓപ്ഷന് നേരെ ഈ സെലക്ഷന് നമുക്ക് പേര് കൊടുക്കാവുന്നതാണ്. നമുക്കിതിന് A1 എന്ന് പേര് കൊടുക്കാം. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ഇനി നമുക്ക് ഈ സെലക്ഷനെ ഡീസെലക്ട് ചെയ്യാം. വീണ്ടും നമുക്ക് ഈ സെലക്ഷൻ ആവശ്യമുണ്ടെങ്കിൽ സെലക്ട് മെനുവിൽ ലോഡ് സെലക്ഷൻ എന്ന് എഴുതിയിരിക്കുന്ന ഈ ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ ഇവിടെ നാം സെലക്ട് ചെയ്ത സെലക്ഷന്റെ പേര് കാണാവുന്നതാണ്. ഇവിടെ ഇപ്പോൾ ഒരു സെലക്ഷൻ മാത്രമേ ഉള്ളതുകൊണ്ട് ഈ പേര് മാത്രമേ ഇവിടെ കാണാൻ സാധിക്കുകയുള്ളൂ. ഇങ്ങനെ നമുക്ക് എത്ര സെലക്ഷൻ വേണമെങ്കിലും സേവ് ചെയ്യാവുന്നതാണ്. അതിനുശേഷം
ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ ഇവിടെ നാം നേരത്തെ സേവ് ചെയ്ത സെലക്ഷൻ നിങ്ങൾക്ക് കാണാവുന്നതാണ്. ഇങ്ങനെ ഈ സെലക്ഷൻ നമുക്ക് എപ്പോൾ വേണമെങ്കിലും ലോഡ് ചെയ്യാവുന്നതാണ്. അതുപോലെ സെലക്ഷൻ ടൂൾ ഉപയോഗിക്കുമ്പോഴുള്ള മറ്റൊരു ഓപ്ഷനാണ് കളർ റേഞ്ച് എന്നത്. അതിനായി ഏതെങ്കിലും ഒരു സെലക്ഷൻ ടൂൾ സെലക്ട് ചെയ്യുക. നമുക്കിപ്പോൾ മാജിക് വാൻഡ് ടൂൾ സെലക്ട് ചെയ്യാം. അതിനുശേഷം സെലക്ട് മെനുവിൽ നിന്നും കളർ റേഞ്ച് എന്ന ഓപ്ഷനിൽ ക്ലിക്ക് ചെയ്യുക. ഇപ്പോൾ കാണുന്ന ഈ വിൻഡോയിൽ നമുക്ക് ഇഷ്ടമുള്ള കളർ സെലക്ട് ചെയ്യാവുന്നതാണ്. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം ക്ലിക്ക് ചെയ്യുന്ന ഭാഗത്തെ കളർ മാത്രമാണ് ഡോക്യുമെന്റിൽ കാണുന്നത്. അതിനുശേഷം ഓക്കെ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. ശ്രദ്ധിക്കുക, ഇപ്പോൾ നാം സെലക്ട് ചെയ്ത ഏരിയ മാത്രമാണ് ഇവിടെ സെലക്ഷൻ ആയിട്ടുള്ളത്. ഇപ്പോൾ ഈ പറഞ്ഞ ഓപ്ഷനുകളെല്ലാം എല്ലാ സെലക്ഷൻ ടൂളുകൾക്കും ഒരുപോലെയാണ്. അതുപോലെ ഇവിടെ ഓപ്ഷൻസ് ബാറിൽ കാണുന്ന ഓപ്ഷൻ ശ്രദ്ധിക്കുക. ഇവിടെയുള്ള ആഡ് സെലക്ഷൻ, ഫെദർ തുടങ്ങിയ എല്ലാ ഓപ്ഷനുകളും എല്ലാ സെലക്ഷൻ ടൂളുകൾക്കും ഒരുപോലെയാണ്. സെലക്ട് ചെയ്ത ശേഷം ഫെദർ കൊടുക്കുക എന്നത് പ്രത്യേകം ശ്രദ്ധിക്കുക.